ആരാ വന്നിരിക്കുന്നേ നോക്കിയേ. അംബികാവർമ്മ, തെക്കങ്കൂർ രാജവംശത്തിലെ മഹാറാണി. വാംബികെ, നീ എന്താ വരാൻ താമസിക്കുന്നതെന്ന് ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു. കളിയാക്കുവാണോ? അയ്യോ അല്ല, മഹാറാണി അംബികാവർമ്മയെ പരിഹസിക്കോ? ഞാനേ നിന്നെ ഒന്ന് അഭിനന്ദിക്കാനാ വന്നത്. അപ്പോ നീയും മകളും മരുമകനും കൂടി എന്നെ പരിഹസിക്കുന്നു? അഭിനന്ദിക്കാനോ? അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടിയില്ലല്ലോ. അഭിനന്ദനം അതിനൊന്നുമല്ല. ഈ അംബികാവർമ്മ ജീവിച്ചിരിക്കുമ്പോ നീ ഇവിടെ കാലുകുത്തിയില്ലേ, അതിനാ. ഓ, നിന്റെ ഔദാര്യം. അമ്മ കേട്ടിട്ടില്ലേ? ഇവര് മഹാമനസ്കയാ, വരദായിനിയാണ്, കരുണാകടാക്ഷമാണ്. ഇവരുടെ മകൻ ഇവരെക്കാൾ വലിയ കരുണാ കടാക്ഷമാണ്. ആ ദിവ്യക്ക് ഒരു കുഞ്ഞിനെ ചുമ്മാ ദാനമായിട്ട് കൊടുത്തില്ലേ? അവൻ ദാനം കൊടുത്താ അത് മറുകൈ അറിയില്ല. അത്രയ്ക്ക് നല്ല മനസ്സാ. അതുകൊണ്ട് നാട്ടിൽ എവിടെയൊക്കെ അവന് കുഞ്ഞുങ്ങളുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നിർത്തടാ. ഒച്ച കുറച്ച് സംസാരിക്കടി അംബികെ. ഇതേ നിന്റെ ഫാദറിന്റെയോ മദറിന്റെയോ നിന്റെ അജ്ഞാത ഹസ്ബൻഡിന്റെയോ വീടൊന്നും അല്ല, ഞങ്ങളുടെ വീടാ. നിന്നെ ഞാൻ വളരെ ആദരവോടെ അംബിക ചേച്ചി എന്നാ വിളിച്ചോണ്ടിരുന്നേ. പിന്നെ മനസ്സിലായത് ആളൊരു ഫ്രോഡാണെന്ന്. എന്റെ ആങ്ങളാ പ്രതാപനെ ഓർത്താ അല്ലെങ്കി ഇന്നലെ തന്നെ നിന്നെയും നിന്റെ മകളെയും ഇവിടുന്ന് കെട്ടുകെട്ടിച്ചേനെ. കെട്ടിക്കും നിന്നെ ഞങ്ങള്, ഒട്ടും വൈകാതെ. അമ്മയും മകനെയും ഒരുമിച്ച് പോലീസ് ലോക്കപ്പിലേക്ക് കെട്ടിച്ചാലോ എന്നുള്ള ചിന്തയില്ല ഞങ്ങള്. ഇത്രയും കാലം സൂര്യമംഗലത്തെ പുട്ടടിച്ച് ജീവിച്ചതല്ലേ, ഇനി സർക്കാരിന്റെ പൊറോട്ട അടിച്ച് കുറെ കാലം ജീവിക്കും. സൂര്യമംഗലത്തുകാര് ഉദാര മനസ്സുള്ളവരും അന്നദാന പ്രഭുക്കളുമാണ്. ആർക്കും എന്തും വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. അങ്ങനെ വാരിക്കോരി വാങ്ങിച്ച് കുറെ ആയപ്പോ നീ കരുതി നീയാണ് സൂര്യമംഗലത്തെ വലിയ തമ്പുരാട്ടിയെന്ന്. ദാസിപ്പെണ്ണ് വലിയ തമ്പുരാട്ടി ആവുന്നതിലൊന്നും ഞങ്ങൾക്ക് പരിഭവമോ പരാതിയോ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയാണോ? അതുകൊണ്ട് മതിയാക്കിക്കോ. സൂര്യമംഗലത്തെ മഹാറാണി ഇവിടെ വന്നു കഴിഞ്ഞു. ഒന്നുകിൽ നിങ്ങൾക്കൊരക്ഷരം ഉരിയാടാതെ പ്രതാപവർമ്മയുടെ ചേച്ചിയായി ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടാ. അതല്ല, ഇനിയും വിളയാനാണ് നിന്റെ ഭാവമെങ്കില് നിനക്കൊരു ദുർമരണം ഉറപ്പാ. കാണാം. നീ കാണാൻ പോകുന്നതാ ഞാൻ പറഞ്ഞത്. ശരി.